മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം.ടി. ഓർമ്മയാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ സമാനതകളില്ലാത്ത സർഗ്ഗലോകം മലയാളിക്ക് മുന്നിൽ തുറന്നു വെച്ച എഴുത്തുകാരനാണ് വിടവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്നാൽ വളരെ വിസ്മയം തീർത്തുകൊണ്ട് അദ്ദേഹം മടങ്ങി വരും എന്നൊരു ധാരണ പരത്തിക്കൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊണ്ട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാവുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. ഈ ഒരുപക്ഷേ മലയാളം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായ എം.ടി. യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന് 91 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ 91 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ഇത്രയും പ്രായത്തിനിടയിൽ ഒരു എഴുത്തുകാരന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സർഗാത്മക കർമ്മങ്ങൾ ചെയ്തു വെച്ച ആളാണ് എം.ടി. തൊട്ട സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പൊന്നാക്കി എന്നല്ല പറയേണ്ടത്, ലോക സാഹിത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു എഴുത്തിൻ്റെ മായിക ലോകത്തേക്ക് വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ എം.ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം.ടി. കൈവച്ച മേഖലകളിലൊക്കെ തന്നെ വൈവിധ്യവും വ്യത്യസ്തതയും ഓരോ വായനക്കാരനും അനുഭവപ്പെട്ടു. കാലത്തെ വെല്ലുവിളിക്കുന്ന പല സാഹിത്യരചനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. ഏത് മേഖലയിലേക്ക്, സിനിമയായാലും നാടകമായാലും കവിതയായാലും നോവലായാലും ഏത് സാഹിത്യ രൂപം പരീക്ഷിച്ച് നോക്കിയാലും അതിലൊരു എം.ടി. ടച്ച് നമുക്ക് അനുഭവപ്പെട്ടു. സാഹിത്യ വിദ്യാർത്ഥികൾക്ക് എന്നും വിസ്മയത്തോടെ നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു എം.ടി. മാത്രമല്ല മഞ്ഞു പോലെയുള്ള മനഃശാസ്ത്രപരമായ നോവലുകളും അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. മഞ്ഞിലെ മാനസിക സമസ്യകളെക്കുറിച്ചൊക്കെ തന്നെ പല സാഹിത്യ വിദ്യാർത്ഥികളും നമ്മോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിമല ടീച്ചറിൻ്റെ നൊമ്പരമൊക്കെ മലയാളിയുടെ മനസ്സിലേക്ക് അദ്ദേഹം ആവാഹിച്ച് കയറ്റുമ്പോൾ മറ്റൊരു എം.ടി. വാസുദേവൻ നായരെയാണ് നമ്മൾ കണ്ടത്. ചന്തുവിൻ്റെ ജീവിതം ചതിക്കുഴികളിൽ മാത്രം വീണു എന്ന് നമ്മൾ മലയാളികൾ വിശ്വസിച്ച ചന്തുവിൻ്റെ ജീവിതം പിന്നെയും ബാക്കിയായത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴികളിലൂടെയാണ് എന്നൊരു സിനിമയിലൂടെ തെളിയിക്കുകയും ചന്തുവിന് മറ്റു രൂപം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എം.ടിയുടെ ഏറ്റവും വലിയ ചലച്ചിത്ര ലോകത്തെ സംഭാവന എന്ന് വേണമെങ്കിൽ പറയാം. എം.ടിയുടെ തിരക്കഥകൾ വായിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച ആളുകളാണ് സിനിമയിൽ കൂടുതലുള്ളവർ.